differentiability part 11, Rolle's theorem and mean value theorem. Rolle's theorem, let f from closed interval ab to R be continuous on closed interval ab, differentiable on open interval ab, and f of a equal to f of b, where a and b are some real numbers. Then there exists a point C in open interval ab such that f dash of c equal to 0. അതായത് ഒരു ഫംഗ്ഷൻ അതിൻ്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണ്, റേഞ്ച് ആർ ആണ്, കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്, ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണ്, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണെങ്കിൽ റോൾസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് there exists a point C, എക്കും ബിക്കും ഇടയിൽ ഒരു പോയിന്റ് സി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും such that f dash of c equal to 0. എന്താണ് f dash of c എന്ന് പറയുന്നത്? ഡെറിവേറ്റീവ് ഓഫ് f at c ആണ്, അല്ലെങ്കിൽ it is the slope of the tangent at the point c. f dash of c എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് f at c എന്ന് പറയാം, അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറ്റ് c, അത് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷന്റെ ഗ്രാഫ് ഇതാണ്. ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഈ പോയിന്റ് എയും ബിയും അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഗ്രാഫ് നോക്കുന്നത്. എക്കും ബിക്കും ഇടയിലുള്ള പാർട്ട്, ഗ്രാഫിൻ്റെ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഗ്രാഫ്. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഇതിൻ്റെ ഇടയിൽ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്, ബ്രേക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്, ഷാർപ്പ് പോയിന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഡിഫറൻഷ്യബിളും ആണ്. ഇനി തേർഡ് കണ്ടീഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണ്. എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്, എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്, രണ്ടും സെയിം ആണ്. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണ്. അപ്പോൾ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പോയിന്റ് സി കണ്ടുപിടിക്കാൻ പറ്റണം. ഇതിന്റെ ഡൊമൈൻ, അതായത് എക്കും ബിക്കും ഇടയിൽ ഒരു പോയിന്റ് സി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. എന്താണ് ആ പോയിന്റിന്റെ പ്രത്യേകത? ആ പോയിന്റിലൂടെയുള്ള ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയി പോയിന്റ് ഈ ഗ്രാഫിൽ കിട്ടുന്നുണ്ട്. ആ ഗ്രാഫിൽ വരുന്ന ആ പോയിന്റിലൂടെയുള്ള ടാൻജന്റ് എന്ന് പറയുന്നത് ഇതാണ്. ആ ടാൻജന്റ് ലൈൻ ഏതിന് പാരലാണ്? എക്സ് ആക്സിന് പാരലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? എക്സ് ആക്സിന്റെ സ്ലോപ്പ് 0 ആണ്. അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? അല്ലെങ്കിൽ ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആണ്. അതേപോലെ ഈ ഗ്രാഫ് നോക്കിയാൽ ഈ ഗ്രാഫിലും ഇത് കണ്ടിന്യൂസ് ആണ്, എക്കും ബിക്കും ഇടയിൽ ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഓഫ് എ എന്ന് പറയുന്നത് 0 ആണ്, എഫ് ഓഫ് ബി എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് ഈസ് ദേ ആർ ഈക്വൽ. ദെൻ നമുക്ക് എന്ത് വേണം? 2 പോയിന്റ്, ഈ കർവിലുള്ള 2 പോയിന്റ് കണ്ടുപിടിക്കണം. ആ പോയിന്റിലൂടെയുള്ള ടാൻജന്റ് എന്ന് പറയുന്നത് അതിന്റെ സ്ലോപ്പ് 0 ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് പറയാം? ആ പോയിന്റിലൂടെയുള്ള ടാൻജന്റ് എക്സ് ആക്സിന് പാരലായിരിക്കണം. അപ്പൊ നോക്കുക, ഈ പോയിന്റ് എടുത്തു നമ്മൾ, ആ പോയിന്റിലൂടെയുള്ള ടാൻജന്റ് ഇതാണ്. ആ ടാൻജന്റ് ഏതിന് പാരലാണ്? എക്സ് ആക്സിന് പാരലാണ്. അപ്പോൾ എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത്, ഈ പോയിന്റ് സി ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ ഈ പോയിന്റിലൂടെയുള്ള ടാൻജന്റും പാരലൽ ടു എക്സ് ആക്സിസ് ആയതുകൊണ്ട് ഇതിന്റെ സ്ലോപ്പും 0 ആണ്. അപ്പോൾ ഈ പോയിന്റ് ഡി ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ഡി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി സിയും ഡിയും എക്കും ബിക്കും ഇടയിൽ വരുന്ന 2 പോയിന്റ്സ് ആണ്. അപ്പൊ എത്ര പോയിന്റ് വേണമെങ്കിലും ഉണ്ടാവാം. അടുത്തത് മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത് ലെറ്റ് എഫ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. ഈ 2 കണ്ടീഷനും നമ്മൾ റോൾസ് തിയറത്തിൽ കണ്ട കണ്ടീഷൻസ് തന്നെയാണ്. കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. തേർഡ് കണ്ടീഷൻ ഇല്ല, അതായത് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ then there exists some point C in open interval AB such that f dash of C equal to f of B minus f of A divided by B minus A. അതായത്
ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് സി കണ്ടുപിടിക്കാൻ പറ്റും. ഏതിൻ്റെ ഇടയിൽ, എക്കും ബിക്കും ഇടയിൽ ഒരു പോയിന്റ് സി കണ്ടുപിടിക്കാം. സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് സി ഓർ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറ്റ് ദ പോയിന്റ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഇനി നമുക്ക് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്ത് വരും, ഇത് 0 ആയി പോകും അല്ലെ. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് 0 ആവും. അപ്പോൾ 0 ബൈ ബി മൈനസ് എ എന്നുള്ളത് കിട്ടും 0. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇപ്പോഴാണ് 0 ആവുന്നത് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ, അതായത് റോൾസ് തിയറം ആയി മാറും. നമുക്ക് അതിന്റെ വെരിഫിക്കേഷൻ നോക്കാം. ഒരു ഫംഗ്ഷന്റെ ഗ്രാഫാണിത്, പരാബോളിക് ഷേപ്പുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫാണിത്. അടുത്തത് എയും ബിക്കും ഇടയിലാണ് ഈ ഗ്രാഫ് നമ്മൾ നോക്കുന്നത്. ഈ ഗ്രാഫ് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിളും ആണ്. എക്കും ബിക്കും ഇടയിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിളും ആണ്. ഇനി നമ്മൾ ഇതിലെ ഒരു പോയിന്റ് എടുക്കുന്നു. ഈ എയുടെ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എ. അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും, എ എഫ് ഓഫ് എ ആണ്. അതിന് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം. അതേപോലെ ബിയുടെ ഇമേജ് എന്ന് പറയുന്നത് എഫ് ഓഫ് ബി ആണ്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് ബി എഫ് ഓഫ് ബി ആണ്. നമ്മൾ അതിനെ ക്യാപിറ്റൽ ലെറ്റർ ബി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇനി എന്താണ് എ ബി എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ്? എ ബിയുടെ സ്ലോപ്പ് എന്ത് വരും, ഇത് x1 y1, ഇത് x2 y2 ആണെങ്കിൽ എന്താണ് എ ബിയുടെ സ്ലോപ്പ്, y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അതുപോലെ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ആണ്. അതാണ് നമ്മൾ മീൻ വാല്യൂ തിയറത്തിൽ കാണുന്ന എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എന്ന് എഴുതിയത്. അതായത് ഈ സ്ലോപ്പ് വരുന്ന ഒരു ടാൻജന്റ് നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഈ ഗ്രാഫിലെ ഏതോ ഒരു പോയിന്റിലൂടെയുള്ള ടാൻജന്റിന്റെ സ്ലോപ്പ് ഈ സ്ലോപ്പിന് ഈക്വൽ ആയിരിക്കണം. ആ പോയിന്റ് ആണ് നമ്മുടെ മീൻ വാല്യൂ തിയറത്തിൽ പറയുന്ന പോയിന്റ് സി. അപ്പോൾ ഈ ലൈനിന്റെ സ്ലോപ്പും ടാൻജന്റിന്റെ സ്ലോപ്പും തുല്യമാവണമെങ്കിൽ, എ ബി എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പും ടാൻജന്റിന്റെ സ്ലോപ്പും ഈക്വൽ ആവണമെങ്കിൽ ഈ രണ്ട് ലൈനും എന്തായിരിക്കണം, പാരലൽ ലൈൻസ് ആയിരിക്കണം. അപ്പോൾ പാരലൽ ആയിട്ട് വരണമെങ്കിൽ, അതായത് ഈ രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് ഈ ഗ്രാഫിൽ കണ്ടുപിടിക്കാൻ പറ്റി. അത് സി ആണ്. ദാറ്റ് ഈസ് ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്, ഈ പോയിന്റിലൂടെയുള്ള ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ആണ്. Verify Rolle's theorem for the function y equal to x square plus 2, a equal to minus 2, b equal to 2. അതായത് നമുക്ക് ഈ എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് ഏത് ഇന്റർവെല്ലിൽ തെളിയിക്കണം, -2, 2 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ. അപ്പോൾ നമുക്ക് നോക്കാം, y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ്. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറയുന്നത് എന്താണ്, ക്ലോസ്ഡ് ഇന്റർവൽ -2, 2. എന്താണ് റോൾസ് തിയറത്തിന്റെ സെക്കൻഡ് കണ്ടീഷൻ, ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി എന്നാണ് അല്ലേ. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 2x, 2ന്റെ ഡെറിവേറ്റീവ് 0. അതായത് ഈ ഫംഗ്ഷനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. Therefore, it is differentiable in open interval -2, 2. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണ്. എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത്, എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 2. y എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2. അപ്പോൾ എഫ് ഓഫ് -2 എന്തായിരിക്കും, -2 സ്ക്വയർ പ്ലസ് 2, ദാറ്റ് ഇസ് ഈക്വൽ ടു 4 + 2 6. ഇനി എഫ് ഓഫ് 2 എന്ത് വരും, 2 സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു 6. അപ്പോൾ എഫ് ഓഫ് -2ഉം എഫ് ഓഫ് 2ഉം ഈക്വൽ ആയി. അപ്പോൾ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് സം പോയിന്റ് സി ഇൻ -2 and 2 such that f dash of c equal to 0. ഇതാണ് റോൾസ് തിയറം പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് നോക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്, എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് 2x + 0, ദാറ്റ് ഈസ് 2x. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2x. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്ത് വരും, 2c അല്ലെ, എക്സിന് പകരം c. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 2c.
അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി 0 ആണെങ്കിൽ എന്ത് കിട്ടും നമുക്ക്? ഇത് 0 ആണെങ്കിൽ 2c ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് c ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ റോൾസ് തിയറത്തിൽ പറയുന്ന പോയിന്റ് സി എന്ന് പറയുന്നത്. അത് ഏതിൻ്റെ ഇടയിലാവണം? -2നും 2നും ഇടയിലായിരിക്കണം. ഈ 0 എന്ന് പറയുന്നത് ഏതിൻ്റെ ഇടയിൽ വരുന്ന നമ്പറാണ്? -2നും 2നും ഇടയിൽ വരുന്ന ഒരു നമ്പറാണ്. ഹെൻസ് ദ തിയറം വെരിഫൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വെരിഫൈ മീൻ വാല്യൂ തിയറം if f of x equal to x square minus 4x minus 3 in the interval closed interval ab where a equal to 1 and b equal to 4. Here the function f of x equal to x square minus 4x minus 3 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ആണ്. അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആണ് അല്ലേ? It is a continuous function, therefore it is continuous on closed interval ab or closed interval 1 4. ഇനി ഡിഫറൻഷ്യബിൾ ആണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കാണാൻ പറ്റും, -4x-ൻ്റെതും -3ൻ്റെയും എല്ലാത്തിൻ്റെയും ഡെറിവേറ്റീവ് നമുക്ക് കാണാം. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി ഓർ ഓപ്പൺ ഇന്റർവൽ 1 4. ഇനി എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. രണ്ട് കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇനി നമുക്ക് എന്താണ് എഫ് ഓഫ് 1 എന്ന് നോക്കാം. എഫ് ഓഫ് 1 എന്ത് വരും? എഫ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 3 ആണ്. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 square minus 4 minus 3, that is 1 minus 4 minus 3, that is 1 minus 7 or minus 6. അടുത്ത എഫ് ഓഫ് 4 നോക്കണം അല്ലേ? എഫ് ഓഫ് ബി, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കാണണം. എഫ് ഓഫ് എ -6 എന്നിട്ട് എഫ് ഓഫ് ബി അല്ലെങ്കിൽ എഫ് ഓഫ് 4 എന്ത് വരും? 4 square 16 minus 4 into 4 16. അപ്പോൾ 16 minus 16 0 ആയി, ബാക്കി -3. ഇനി എന്താണ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് നോക്കാം. എഫ് ഓഫ് ബി എന്ന് പറയുന്നത് -3 ആണ്. -3 മൈനസ് -6 അല്ലേ? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ -3 മൈനസ് -6, ദാറ്റ് ഈസ് -3 പ്ലസ് 6. അപ്പോൾ എന്ത് വരും? 3 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്? 4 മൈനസ് 1 3. 3/3 ഈക്വൽ ടു 1. ഇനി എഫ് ഡാഷ് ഓഫ് സി കാണണം നമുക്ക്. എഫ് ഡാഷ് ഓഫ് സിയും ഈ വാല്യൂവും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇത് കണ്ടു. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വന്നു? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x, ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 4x, 2x മൈനസ് 4xന്റെ ഡെറിവേറ്റീവ് 4, 2x മൈനസ് 4 മൈനസ് 3യുടെ ഡെറിവേറ്റീവ് 0. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x മൈനസ് 4. അപ്പം അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്ത് വരും? 2c മൈനസ് 4. ഇനി എഫ് ഡാഷ് ഓഫ് സിയും എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ, അത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ 2c മൈനസ് 4 ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ 2c ഈക്വൽ ടു ഈ -4 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ +4, 2c ഈക്വൽ ടു 5 ഓർ c ഈക്വൽ ടു 5/2. 5/2 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. അത് ഏതിൻ്റെ ഇടയിലായിരിക്കണം? 1നും 4നും ഇടയിലായിരിക്കണം. 1നും 4നും ഇടയിൽ വരുന്ന നമ്പറാണ് 2.5 എന്ന് പറയുന്നത്. ഹെൻസ് ദ തിയറം വെരിഫൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വെരിഫൈ മീൻ വാല്യൂ തിയറം ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ മൈനസ് 5x സ്ക്വയർ മൈനസ് 3x ഇൻ ദ ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി വേർ എ ഈക്വൽ ടു 1 ആൻഡ് ബി ഈക്വൽ ടു 3. ഇതിലും ഇതൊരു പോളിനോമിയൽ ആയതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആണ്, അതേപോലെ ഡിഫറൻഷ്യബിളും ആണ്. കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 1 3, ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവൽ 1 3. ഇനി എന്താണ് എഫ് ഓഫ് 1 എന്ന് നോക്കാം. 1³ എഫ് ഓഫ് എക്സ് ഇതാണ്. അപ്പോൾ എഫ് ഓഫ് 1³ മൈനസ് 5 into 1 square മൈനസ് 3 into 1 എന്ന് പറയുമ്പോൾ 1 minus 5 minus 3, 1 minus 8 that is -7. ഇനി എഫ് ഓഫ് 3, എഫ് ഓഫ് 3 ഈക്വൽ ടു 3³ എന്ന് പറയുമ്പോൾ 27 മൈനസ് 5 into 3 സ്ക്വയർ, 5 into 9 എന്നത് 45 കിട്ടും. 27 മൈനസ് 45 മൈനസ് 3 into 3 മൈനസ് 9 അല്ലേ? 27 മൈനസ് 54 ആണ് വരുന്നത്, ദാറ്റ് ഈസ് -27. ഇനി എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഈക്വൽ ടു -27 മൈനസ് -7 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ -20 അല്ലേ? -27 പ്ലസ് 7 എന്നുള്ളത് -20 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു -10.
ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് 5 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. 5 ഇൻറ്റു 2 എന്നുള്ളത് 10 മൈനസ് 10x എന്ന് കിട്ടും. മൈനസ് 3 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x² മൈനസ് 10x മൈനസ് 3. ഇനി എഫ് ഡാഷ് ഓഫ് സി എന്തായിരിക്കും? അപ്പോൾ 3c² മൈനസ് 10c മൈനസ് 3. ഇത് രണ്ടും ഈക്വൽ ആവുന്ന സി ആണ് നമുക്ക് വേണ്ടത്. അതായത് 3c² മൈനസ് 10c മൈനസ് 3 ഈക്വൽ ടു മൈനസ് 10. f dash of c equal to 3c² minus 10c minus 3 and f dash of c equal to minus 10. ഇത് രണ്ടും ഈക്വൽ ആണ്. that is 3c² minus 10c minus 3 equal to minus 10. അതായത് 3c² minus 10c ഈ minus 10 എന്നുള്ള ലെഫ്റ്റ് സൈഡ് പോകുമ്പോൾ 3 minus 3 plus 10 വരും. that is 7 equal to 0. ഇനി ഇതിനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോൾ സിക്ക് 2 വാല്യൂ കിട്ടും. ഒന്ന് 1 ആൻഡ് 7/3 ആണ്. പക്ഷെ നമ്മൾ ഇന്റർവൽ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 1-3 ആണ്. ഈ വാല്യൂ വരേണ്ടത് ഓപ്പൺ ഇന്റർവൽ 1-3ലാണ്. അതായത് 1 എന്ന് പറയുന്ന എലമെന്റ് അതിലില്ല. അതുകൊണ്ട് സിയുടെ വാല്യൂ ഏതെടുക്കുക? 7/3. 7/3 എന്ന് പറയുന്നത് 2 പോയിന്റ് സംതിങ് ആണ്. അത് 1-3 ഇടയിൽ വരുന്ന നമ്പറാണ്. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് 7/3 കണ്ടുപിടിക്കാൻ പറ്റി. അതിൻ്റെ ഇടയിൽ 1നും 3ക്കും ഇടയിൽ.